കേരളത്തിൽ ഇതിന് സാധ്യതയില്ല, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് പൂട്ടിപ്പോവും എന്ന് പലരും പറയുന്ന ഒരു ഡയലോഗാണ് കൂൺ കൃഷിയെക്കുറിച്ച്. ആക്ച്വലി സാധ്യതയില്ലാത്തതാണോ പ്രശ്നം? എനിക്ക് തോന്നുന്നത് അത് കണ്ടെത്താത്തതല്ലേ എന്നാണ്. ഏതൊരു ബിസിനസ് ആയാലും അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. നമ്മൾ ഏതൊരു സക്സസ് ആയ ബ്രാൻഡ് എടുത്ത് നോക്കിയാലും അതിന് പിന്നിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതോ ആയിക്കോട്ടെ, അത് ആളുകൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കാനുള്ള എഫേർട്ട് നമ്മൾ തന്നെ ഇടണം. ക്വാളിറ്റി, കൺസിസ്റ്റൻസി, മാർക്കറ്റിംഗ്, ട്രസ്റ്റ്, ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ വളർച്ച, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അതിൻ്റെ സക്സസ്സിലേക്ക് എത്തിക്കുന്നൊരു കാര്യം. എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദി മെസ്സേജസിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, കൂൺ കൃഷി എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാമോ, ഇതെങ്ങനെയാണ് തുടങ്ങാന്നുള്ളത്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഈ കൂൺ കൃഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തോന്നുന്നത് ഇതൊരു വലിയ സെറ്റപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ്. ആക്ച്വലി ചെറിയൊരു റൂമിൽ പോലും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്നൊരു അഗ്രികൾച്ചർ ബിസിനസ്സാണ് ഈ മഷ്റൂം ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ കൂൺ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും സെറ്റ് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് കെയറും ഹൈജീനും കൊടുത്ത് മഷ്റൂം ഗ്രോ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം, എവിടെ വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർക്ക് പുറത്ത് ജോലിക്ക് പോകാനൊരു സിറ്റുവേഷനൊന്നും ഇല്ലാത്തവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ മഷ്റൂം ഫാമിംഗ് എന്ന് പറയുന്നത്. അതിനൊക്കെ ഉപരി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം പോലും കിട്ടാല്ല, അല്ലെങ്കിൽ കെമിക്കൽ യൂസ് ചെയ്ത ഒരു സാധനം കിട്ടാല്ല. അപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൂണ് നമുക്ക് തന്നെ ഗ്രോ ചെയ്യിക്കാം.